2024 ബംഗ്ലാദേശിൽ കണ്ടത് ഒരു ജനാധിപത്യ പ്രക്ഷോഭമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയായിരുന്നു എന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. മരണത്തെ ഭയക്കുന്നില്ലെന്നും തനിക്കെതിരെയുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വധശിക്ഷയെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് ഈ വർഷം തന്നെ താൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്നും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കുന്ന ഒരു സുപ്രധാന തീരുമാനമാണിത്. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിൽ കഴിയുന്ന ഹസീന തന്റെ മടങ്ങിവരവ് കേവലം വ്യക്തിപരമായ അധികാരമോഹമല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ജനങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങളും ജനാധിപത്യവും പുനഃസ്ഥാപിക്കാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് അവർ പറയുന്നു. അവാമി ലീഗിനോട് പ്രതികാരം തീർക്കാൻ മാത്രം നീതിന്യായ വ്യവസ്ഥയെ ആയുധമാക്കിയവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണത്. 1975-ൽ സ്വന്തം കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും നിരന്തരം വധശ്രമങ്ങൾ നേരിട്ടിട്ടും തളരാത്ത ഒരു നേതാവിന്റെ ഇച്ഛാശക്തിയാണ് ഇവിടെ കാണുന്നത്. ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ വന്ന കാവൽ സർക്കാർ അഥവാ പാവ സർക്കാർ ബംഗ്ലാദേശിനെ എങ്ങനെയാണ് തകർത്തതെന്ന് നമ്മൾ കണ്ടതാണ്. ആ കാലഘട്ടത്തിൽ അവിടെ അരങ്ങേറിയത് സമാനതകളില്ലാത്ത ക്രൂരതകളായിരുന്നു. ഹിന്ദു ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞു പിടിച്ച് വേട്ടയാടി, നിരപരാധികളെ ജീവനോടെ ചുട്ടുകൊന്നു, ക്ഷേത്രങ്ങൾ തകർത്തു. ജനാധിപത്യം പുനഃസ്ഥാപിക്കാനെന്ന പേരിൽ അധികാരത്തിലേറിയവർ യഥാർത്ഥത്തിൽ രാജ്യത്തെ ഇരുണ്ട കാലത്തേക്ക് നയിക്കുകയും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ അവസരമൊരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ 2026 ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പോടെ മുഹമ്മദ് യൂനസ് ഭരണത്തിന് അന്ത്യമാവുകയും താരിഖ് റഹ്മാൻ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹസീനയുടെ പുതിയ നീക്കമുണ്ടാകുന്നത്. താരിഖ് റഹ്മാൻ സർക്കാർ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. നമ്മുടെ അതിർത്തി സുരക്ഷയുടെ കാര്യത്തിലോ അയൽ രാജ്യത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും കാര്യത്തിലോ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഭാരതം തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയുടെ ഈ മടങ്ങിവരവ് കേവലം ഒരു നേതാവിന്റെ തിരിച്ചുപോക്കല്ല, മറിച്ച് മേഖലയിലെ തീവ്രവാദ ശക്തികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമുള്ള വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ്. ബംഗ്ലാദേശിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഇന്ത്യ വളരെ സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിക്കുന്നത്. ശത്രുക്കൾക്ക് മുന്നിൽ പതറാതെ തങ്ങളുടെ തന്ത്രപരമായിട്ടുള്ള മേൽക്കൈ ഉറപ്പിച്ചുകൊണ്ട് ദക്ഷിണേഷ്യയിലെ സുരക്ഷാ കവചമായി ഇന്ത്യ എക്കാലത്തും നിലകൊള്ളും എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ്. മിസ്റ്റർ സിസ്റ്റം.